പോവല്ലേ, ഫിക്സാവൂ പോയി. വെറുതെ ഇരിക്കുന്ന സമയത്താണല്ലോ എന്തെങ്കിലുമൊക്കെ കിരികിരിപ്പ് നമുക്ക് തോന്നുന്നു. ഇന്ന് എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ തോന്നി ലെൻസ് ഇടാന്നുള്ളൊരു കിഴപ്പായിരുന്നു. വല്ലപ്പോഴൊക്കെ റെഡി ആവുമ്പോൾ എനിക്ക് ലെൻസ് ഇടണമെന്നൊക്കെ തോന്നുവാണ്, ആ ലുക്കിന് ലെൻസൂടെ ചേരുമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ലെൻസൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ സമയം ഞാൻ അപ്ലൈ ചെയ്യുന്ന വേറെ മെത്തേഡാണ്, അതായത് ഡയറക്റ്റ്ലി ഐബോളിലോട്ട് വെച്ച് കൊടുത്ത് അങ്ങനെയായിരുന്നു ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഡയറക്റ്റ് സെൻറ്റർ പോർഷനിൽ തന്നെ വെച്ച് കൊടുത്താൽ എങ്ങനെയാവും അതിൻ്റെ ഫിക്സിങ് രീതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കണ്ടല്ലേ, നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് മാറ്റി. അടുത്ത കണ്ണി വന്നപ്പോഴാണ് ഗൈസ് കളിയും കഥയൊക്കെ മാറി. കയ്യിൽ നിന്ന് തന്നെ അത് സെറ്റാവുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ എക്സസ് ആയിട്ട് ആ ഒരു വെറ്റ്നെസ് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആണ്. ബൈ ദ ബൈ, കണ്ണ് ഡ്രൈ ആണെങ്കിൽ നമുക്ക് ലെൻസ് അങ്ങനെ ഫിക്സ് ആകത്തില്ല. കണ്ണിൽ കുറച്ച് മോയ്സ്ചർ വേണം. ഓക്കെ, സോ മോയ്സ്ചർ വേണമെന്ന് പറഞ്ഞ് നമ്മൾക്കൊന്ന് ജസ്റ്റ് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വാട്ടറി ആവും, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും വേഗം തന്നെ. അങ്ങനെ ഞാൻ പറ്റുന്ന ടിപ്സും ട്രിക്സെല്ലാം ഉപയോഗിച്ച് വെക്കാൻ നോക്കി. പക്ഷേ ആ സമയത്ത് എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നില്ല ഇത് ഇൻ ഔട്ട് കറക്റ്റായിട്ടാണോ ലെൻസ് കിടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. കാര്യം എങ്ങനെയും വെക്കണമെന്നുള്ള വാശി മാത്രമല്ല നമ്മുടെ തല്ലിലെന്നേരം ഉള്ളൂ. കാണുന്നവരേക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ളത് സത്യം എനിക്കിപ്പോൾ തോന്നുന്നു. മറ്റേ കണ്ണ് നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ വേഗം സെറ്റായപ്പോഴത്തേനും ഈ കണ്ണ് ഇങ്ങനെ ആവാത്തപ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണോ ക്യൂരിയോസിറ്റിയാണോ എന്തോ അത് കൂടിയിട്ട് എനിക്ക് കണ്ണി വെച്ചേ മതിയാവും എന്നുള്ളൊരവസ്ഥ. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഞാനത് വെച്ചേ അടങ്ങും എന്നുള്ള വാശിയിൽ തന്നെയായി. ശേഷം സംഭവിച്ചത് എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ട്രൈയും കൂടെ നോക്കും, ഇത്തവണ ഇരുന്നില്ലെങ്കിൽ കലാസ് വിട്ട് കളയാം. അങ്ങനെ ഡിസൈഡ് ചെയ്തപ്പോൾ ഇത് ഫിക്സായി ഗൈസ്. പക്ഷേ ലെൻസ് കറക്റ്റ് രീതിയിലല്ല കണ്ണിൽ അപ്ലൈ ആയി എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. പിന്നെ ദൂരത്തരം വേറെ ആളുടെ സഹായം ചോദിക്കാനും പറ്റത്തില്ലല്ലോ, തനിയെ ഉണ്ടാക്കി വെച്ച പാതകങ്ങളല്ലേ. പിന്നെ എങ്ങനെയൊക്കെയോ അത് ഊരി മാറ്റി, പിന്നെ ഇത് സാവകാശം ഊരി മാറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ.